വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് കുര്യൻ ജോസഫ് മാലൂർ എന്നാണ്. ഞാൻ കുട്ടനാട്ടിലെ ഒരു പൊതുപ്രവർത്തനമാണ്. ഇപ്പം തിരുവനന്തപുരം ലോ അക്കാദമിയിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ ഈ ഒരു മാസം മുമ്പ് പരിചയപ്പെട്ട സാറിൻ്റെ വിശേഷത്തിന് കൊടുക്കുന്നു. എൻ്റെ പേര് ശശിധരൻ. ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. സാമൂഹ്യ പ്രശ്നങ്ങളിൽ പലപ്പോഴും നമുക്ക് അനീതി കാണുമ്പോൾ പ്രതികരിക്കുക എന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് പലവട്ടം സർവീസിന് ലീവ് എടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. കൈക്കൂലിക്കും അഴിമതിക്കും കൊള്ളരുതായ്മയ്ക്കും എതിരെ പ്രതികരിച്ചത് കാരണം കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്നിട്ട് പറയുന്നത് നമ്മളെ മാനസികമായിട്ട് പോലും തകർക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചൊരവസ്ഥ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ തകരപ്പറമ്പിൽ വെച്ച് 1 മാസം 2 മാസത്തിനകത്താണ്. ഞാൻ ആ ഒരു ആവശ്യമായിട്ട് തകരപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകി, അത് ഇരുമ്പ് ആണ്, ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. ഇദ്ദേഹം അതിന്റെ ഫോട്ടോ എടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. പുള്ളി കുറച്ചു നേരം ഞാൻ നോക്കിയിരുന്നു. പുള്ളിക്ക് നല്ല പ്രശ്നമല്ലോ ഉണ്ടോ എനിക്ക് സംശയം ഇത്, കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നവരെ ആ രീതിയിൽ കാണുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്യുതാനന്ദ സഖാവ് മരിച്ച സമയം കൂടെയാണ്. അപ്പൊ അതിനപ്പുറത്ത് തന്നെ ഒരു പാർട്ടിയുടെ സ്തൂപം ഇരിപ്പുണ്ട്. അപ്പൊ അതാണോ ഷൂട്ട് ചെയ്ത് ഇതാണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം ബൈക്കിലാണ് വന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അതിങ്ങനെയാണ്, ഇങ്ങനെ വെള്ളം വീഴുന്നു, അതങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. കുറേ നേരം ഞാൻ കേട്ടു നിന്നു. ഞാൻ ഇതുപോലെയൊക്കെ പ്രതികരിച്ച് കുറേ സമ്മാനം കിട്ടിയോണ്ട് ഞാൻ അങ്ങ് മതിയാക്കി. ഞാൻ പറഞ്ഞത് കൊള്ളാം, സംഭവം കൊള്ളാം, നല്ലത് തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു. കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക, കുറേ അങ്ങ് കടൽ പോലെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് അതൊക്കെ ചെയ്യാം, പക്ഷേ വികാരത്തിനടിപ്പെട്ട് അങ്ങനെ ചെയ്യാനും പാടില്ല. കുറേയൊക്കെ ആലോചിച്ച് ഇദ്ദേഹത്തിന് കുറേ ഫാമിലി പ്രശ്നങ്ങൾ പറഞ്ഞു. അതിൽ നമ്മൾ ഞാൻ കേട്ടിട്ട് അതിന് എന്താണോ അദ്ദേഹം എന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാനിവിടെ വന്നു, ഞാനിതിൽ അറ്റൻഡ് ചെയ്തു. അത്രയുള്ളൂ എനിക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ പേര് കുര്യൻ ജോസഫ് മാലൂർ. ഞാൻ 21 വർഷമായി കുട്ടനാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ സജീവമായ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ എൻ്റെ കേവലം കുടുംബ പ്രശ്നം മാത്രമല്ല, ഇത് എന്നെ രാഷ്ട്രീയപരമായിട്ട് ഒതുക്കാൻ വേണ്ടി, എന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അടുത്ത്. അപ്പം ഞാനിപ്പം വന്ന് നിവൃത്തിയോട് കൊണ്ട് വന്നതാണ്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഞാനിവിടെ കോളേജ് വന്ന് ഫീസ് അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പം ഇന്ന് വരെ ഹെൽത്തിൻ്റെ ഉണ്ട്, അതും എല്ലാ രീതിയിലും എൻ്റെ അർഹതപ്പെട്ട സ്വത്ത് തരാതെ ഇങ്ങനെ മാനസികമായിട്ട് കഴിഞ്ഞാൽ ഞാൻ പരാതി കൊടുക്കാൻ വയ്യാത്ത എല്ലായിടത്തും കൊടുത്താണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് വരാൻ കാണാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു VHP നേതാവിൻ്റെ പേര് ഹിന്ദു ഐക്യവേദിയുടെ ഒരു KP ഹരിദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റെടുക്കാൻ കത്തോലിക്കരാരും കാണുന്നത്. കാരണം എല്ലാവരും ഈ കുമ്പസാരം വഴി എല്ലാം ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊടുത്ത വീട്ടിലെ വ്യക്തിയാണ്. ഇവർക്ക് CMA സഭയ്ക്കും ഈ ചനാശ്ശേരി അദ്വൈതയ്ക്കും എൻ്റെ ഈ പ്രശ്നം തീർക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഞാൻ ഈ 18 വർഷമായിട്ട് അവരുടെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ 2 ഏട്ടന്മാർ, ഒരാൾ ഇവിടെ ബാങ്ക് ഓഫ് ബറോഡയിലെ സീനിയർ മാനേജറാണ്, വേറൊരാൾ അമേരിക്കയിലാണ്. 5 പെങ്ങന്മാരിൽ 2 പേര് +2 ടീച്ചേഴ്സാണ്. എനിക്കിപ്പം നിവൃത്തിയോട് ഞാൻ തെണ്ടി നടക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയത് ഡയബറ്റീസ് കൂടി ഇപ്പം ഇന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുകയാണ്. ലോ കോളേജിൽ സെക്കൻഡ് ഇയർ ഞാൻ ഫീസ് അടച്ചിട്ടില്ല. അപ്പൊ എല്ലാ രീതിയിലും ഞാൻ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം നടത്തി. പിന്നെ കുട്ടനാട് MLA സംബന്ധിച്ച് പുള്ളിയുടെ കാര്യപ്രാപ്തികളുണ്ട്. അവിടെ 6 കളക്ടർമാരെ കണ്ടു. കഴിഞ്ഞ വർഷം 21 ദിവസം ഞാൻ അവിടെ കുത്തിരിഫലം നടത്തി. ഞാനൊരു സ്ഥാപനം തുടങ്ങുന്ന പറഞ്ഞാൽ കുട്ടനാട്ടിൽ 1000 പേർക്ക് തൊഴിലവസരം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അത് ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കാണണം. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CBI അന്വേഷണം വേണമെന്നുള്ളതാണ്. അവിടെ എന്നെ ഞാൻ പറഞ്ഞ സത്യസന്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ എനിക്ക് അവിടെ പൈങ്കുളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഭാഗ്യം കൊണ്ട് എന്നെ അങ്ങനെ എത്ര പേരെന്നറിയോ സത്യസന്ധമായ നിലപാടെടുത്ത വൈദ്യരെ എല്ലാവരും അവിടെ കൊണ്ടിടുക. അവിടെ അഡ്മിറ്റ് ആക്കുന്നതെന്ന് പറയുന്നത് പൈങ്കുളം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കുന്നവർക്ക് മാത്രമേ അവിടെ ഡിസ്ചാർജ് ആക്കാൻ പറ്റൂ. പുറം ലോകോട് യാതൊരു ബന്ധവുമില്ല.
ഞാനിപ്പോൾ നിങ്ങളറിയാം മാധ്യമപ്രവർത്തനം കഴിച്ചത് ദിവസം VS അച്യുതാനന്ദൻ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് മാറാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവിടെ രണ്ട് കുട്ടനാട് നേട്ടി സംഘടന പ്രസിഡന്റ് കൂടിയാണ്. റീത്ത് നിങ്ങൾ അറിയാം. അതേ മുഖ്യമന്ത്രി ആയതപ്പം പൈങ്കുളം ഹോസ്പിറ്റലിനെതിരെ അന്വേഷിക്കാൻ നടപടി സ്വീകരിച്ചു. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ കുട്ടനാടുകാരെ. അപ്പൊ ഞാനിത് പറയാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇത് ഒരു വിഭാഗം മാത്രം, ഞാൻ പ്രതിദാനം ചെയ്യുന്ന കത്തോലിക്ക വിഭാഗങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ല. അവിടെ ഷൈനി എന്നുള്ള ഏറ്റുമാനൂർ ഒരു നേഴ്സായ ഷൈനി 2 പിള്ളേരുമായിട്ട് ആത്മഹത്യ ചെയ്തു. 2 പിള്ളേർ ട്രെയിൻ ചാടി ആത്മഹത്യ ചെയ്തു. ഞാനതിന്റെ ഫോളോ അപ്പ് നടത്തിയതാ. അതിന്റെ പിന്നിൽ ഭർത്താവിന്റെ സഹോദരൻ ഫാദർ ജോബി അച്ഛനാണ്. ഇതുവരെ ചോദ്യം ചെയ്യാം. അന്ന് സംഭവം നടത്തേണ്ട അടുത്ത ദിവസം മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം പരാതി കൊടുത്താണ്. കഴിഞ്ഞ ദിവസം SHO ഞാൻ ഫോളോ അപ്പ് വിളിച്ചു. ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ഈ ലോഹ ഇട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ, മറ്റേ സമുദായക്കാർ ഓർത്തു നോക്കി, ഇതെങ്ങനെ സാമൂഹികതയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ബിഷപ്പിന്റെ പോസ്റ്റ് ഇട്ടു. എന്തുകൊണ്ട് ഒരക്ഷം മറുപടി പറയാൻ പറ്റുമോ? കാരണം എനിക്ക് ഞാൻ തെളിവില്ല, ചുമ്മാ കടത്തം പറയത്തില്ല. അപ്പം എന്നെ ഇപ്പം 2 സഹോദരന്മാരെ അവരെ അകപ്പെടെ എനിക്ക് കോടിയുടെ സ്വത്തുള്ളത് പോട്ടെ, എന്റെ വീട്ടിൽ നിലം കിടപ്പുണ്ട് 40 ലക്ഷത്തിന് നിലം. അതിന്റെ പകുതി ഒന്ന് ആരെങ്കിലും എടുക്കുന്നതല്ല, എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. എനിക്ക് വലിയ കടമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് ഒരു പൊതുപ്രവർത്തനം. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ തിരുവനന്തപുരത്ത് വന്ന കാര്യങ്ങൾ നിങ്ങളിപ്പം അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. തിരുവനന്തപുരത്ത് വന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ തിരുവനന്തപുരം ആദ്യമേ KSB മങ്കമ്പ സെക്ഷനിൽ 2014 തൊട്ട് KSBയുടെ കൺസ്യൂമേഴ്സിന് ഉപഭോക്തൃ നമുക്ക് കണ്ടുപോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ പേട്ട ഇവിടെയുള്ള ഫോർട്ട് ഉൾപ്പെടെ എല്ലായിടത്തും വാട്സപ്പ് ഗ്രൂപ്പായി കൺസ്യൂമേഴ്സിന്റെ, അതിനകത്ത് കഴിഞ്ഞാൽ ഉദാവും. രണ്ടാമത്തെ കാര്യം, അത് എക്സിക്യൂട്ടീവ് ഓർഡറായി എല്ലായിടത്തും വാട്സപ്പ് ഗ്രൂപ്പ് ആക്കി. രണ്ടാമത്തെ കാര്യം, ഈ സാറ് പറഞ്ഞ പോലെ ഓവർ ബ്രിഡ്ജിന് അവിടെ വെള്ളം 6 മാസമായിട്ട് പൊട്ടി ഒഴുകിയായിരുന്നു. അതിപ്പം ഇതായി. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ നാളെ ഇതൊരു വൈകുമായിരുന്നു. അത് എൻ്റെ പരാതി പ്രകാരം അത് നേരത്തെ ആയി, കൃത്യം ഓർഡറായി. പിന്നെ പേരുക്കട ടൗണിലേക്കുള്ള ബസ്, ഞാൻ അതെല്ലാം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പറയുകയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പൊതുപ്രവർത്തനാണ്. ഞാനിപ്പം വന്നതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഇവിടുത്തെ ഞാൻ ആലപ്പുഴയിൽ നേരത്തെ സമ്മേളനം നടത്തിയിട്ടുണ്ട്, കോട്ടയത്ത് സമ്മേളനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ഇവിടെ തിരുവനന്തപുരത്ത് സംഗമം ഇവിടെ പത്രസമ്മേളനം അടച്ച ആളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ഇവിടുത്തെ ഒരു മീഡിയ വിചാരിച്ചാൽ ഒരു ഇത് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് പറയുന്നത്, എൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്ഥാപനമാണ്. മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ തീരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നിങ്ങളൊന്നും ഈ ഇതിനകത്ത് ഇവിടുത്തെ ഒരു പ്രാദേശിക മീഡിയയും ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ, ഞാനിത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ പഠിക്കാനും പറ്റും, കാര്യങ്ങൾ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണം വേണം. അപ്പം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ മീഡിയ ഓരോ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഞാൻ ഈ 10-21 വർഷം നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഒന്നും ഓരോരുത്തർക്ക് ഓരോ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളും കൂടി ഞാനൊരു ഓൺലൈൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ന്യൂസ് മാത്രം. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും എതിരാളികളല്ല. ഞങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ആരൊക്കെ ചെയ്യുന്നു അവർ. ഇപ്പൊ ഇന്ന് പിന്നെ ഇപ്പം തന്നെ KV ഗണേഷ് കുമാർ മന്ത്രി, ഞാൻ പഴയ പുള്ളിയുടെ 4 വർഷം പുള്ളിയുടെ പാർട്ടിയാണ്. അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കടപ്പാടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അമ്മ ജനിച്ചു വളർന്നതിന്റെ തൊട്ടടുത്താണ്. പിള്ള സാറ് എന്നെ മകനെ പോലെയാണ് എഴുതിയത് 4 വർഷം. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അദ്ദേഹം CM ആയിട്ട് ഒന്നാലും തീരും. 2, സുരേഷ് ഗോപി ഇപ്പം അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ സിനിമയാണ്. അതിന് യഥാർത്ഥ നായകൻ എന്ന് പറഞ്ഞാൽ കുരുവിനാക്കൂത്തെ കുറുവച്ചനാണ്. ആ കുറുവച്ചനോട് എല്ലാ കാര്യം, കാരണം എന്നെ കേസിന് അവസാനം രക്ഷപ്പെടുത്തിയത് ഒരു ലോക്കൽ അദ്ദേഹമാണ്. അപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. കാരണം എനിക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം നടത്തുന്നതാണ്. പിന്നെ PC ജോർജും ശോഭാ സുരേന്ദ്രനുമാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ബന്ധപ്പെട്ടില്ല. അവർ നിർമ്മാണം തീരാത്ത കേസാണ്. PC ജോർജൻ എല്ലാം അറിയാം, ശോഭ അടുത്ത് എല്ലാം അറിയാം. പിന്നെ ഈ കുരുവിനാക്കുന്നേ കുറുവച്ചന്റെ കുരുവിനാക്കുന്നേ കുറുവച്ചൻ ഒറ്റക്കൊമ്പൻ യഥാർത്ഥത്തിൽ പുള്ളിയുടെ പെങ്ങളുടെ മോളെ ഞങ്ങളുടെ ഫാമിലിയാണ് ഇട്ടിരിക്കുന്നത്. ആ മോൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി. ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്ന് പിടിച്ചുകൊണ്ട് മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുന്ന ഒരു സാമൂഹിക നീതി വേണ്ടേ? അവിടെ ഒന്ന് റെയ്ഡ് ചെയ്താൽ 100% പറയാണ് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് സാമൂഹിക നടത്തി മനസ്സിലാക്കണം. അല്ല കത്തോലിക്കർ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരല്ല ജീവിക്കേണ്ടത്. ഇവിടെ ഹിന്ദു സമുദായത്തിലുള്ളവരും മറ്റ് SNDP NSS എല്ലാവരും ജീവിക്കണം. അതുകൊണ്ട് സാമൂഹികതയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.